ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ എല്ലാ ദിവസവും ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. PSC UPSC പോലുള്ള എല്ലാ മത്സര പരീക്ഷകൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ കമ്പൈൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പല സോഴ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. മലയാളത്തിലായിരിക്കും ക്ലാസ് വരുന്നത്, പക്ഷെ ഇതിൽ സ്ലൈഡുകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Committee appointed by Kerala government in 2017 to recommend reforms in school education system. അതായത് 2017 കേരള ഗവൺമെന്റ് ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തിരുന്നു. കേരളത്തിലുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പുതിയ മാറ്റം കൊണ്ടുവരണം എന്ന് റെക്കമെൻഡേഷൻസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്തത്. ആ കമ്മിറ്റിയുടെ പേരെന്താണെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആൻസർ MA ഖാദർ കമ്മിറ്റി എന്നുള്ളതാണ്. അപ്പോൾ കേരള ഗവൺമെന്റ് 2017 സ്കൂൾ സിസ്റ്റം റിഫോംസ് എന്തൊക്കെ ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യാനായിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് MA ഖാദർ കമ്മിറ്റി. നെക്സ്റ്റ്, ടാക്സ് അരിയേഴ്സ് റെസൊല്യൂഷൻ സ്കീം ഫോർ ദ pre-GST ബിസിനസ് ടാക്സ് അരിയേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ബജറ്റ് 2024. അതായത് കേരളത്തിന്റെ 2024 ബഡ്ജറ്റിൽ ഒരു ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി അനൗൺസ് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു പദ്ധതിയുടെ പേരെന്ത് എന്നാണ് ചോദിക്കുന്നത്. ആംനസ്റ്റി സ്കീം 2024 എന്നാണ് ആ ഒരു പദ്ധതിയുടെ പേര്. അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ചരക്ക് സേവന നികുതി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്, അഥവാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഈ ആംനസ്റ്റി സ്കീം വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഇന്ത്യൻ എയർഫോഴ്സ് ലാർജ് മൾട്ടിലാറ്ററൽ എക്സസൈസ് ടു ബിഗിൻ ഇൻ ഓഗസ്റ്റ് 2024. അതായത് ഓഗസ്റ്റ് 2024 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഏറ്റവും വലിയ മൾട്ടിലാറ്ററൽ എക്സർസൈസ് നടക്കാൻ പോവാണ്. അതിന്റെ പേര് തരംഗ് ശക്തി എന്നുള്ളതാണ് അതിന്റെ പേര്. മൾട്ടിലാറ്ററൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങൾ, ഏകദേശം 18ഓളം രാജ്യങ്ങളുടെ എയർഫോഴ്സ് ആണ് അതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൾട്ടിലാറ്ററൽ എക്സസൈസിന്റെ പേര് തരംഗ് ശക്തി എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടെക്നോളജി സർവീസ് പ്രൊവൈഡഡ് റീസെന്റ് ഹിറ്റ് വിത്ത് എ റാൻസം അറ്റാക്ക്. അതായത് ഈ അടുത്തിടെ ഒരു ടെക്നോളജി സർവീസ് പ്രൊവൈഡറിന് റാൻസം അറ്റാക്ക് അല്ലെങ്കിൽ റാൻസം വെയറിന്റെ അറ്റാക്ക് നേരിടേണ്ടതായിട്ട് വന്നിരുന്നു. ആ ഒരു TSP അഥവാ ടെക്നോളജി സർവീസ് പ്രൊവൈഡർ ആരാണ് എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ഏതാണത്. ആൻസർ CH ടെക്നോളജീസ് ആണ്. ഇത് കാരണം പല കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഫങ്ഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആയിരുന്നു. CH ടെക്നോളജീസ് ആണ് റീസെന്റ് ഒരു റാൻസം വെയറിന്റെ അറ്റാക്ക് നേരിടേണ്ടി വന്ന ടെക്നോളജി സർവീസ് പ്രൊവൈഡർ. അപ്പൊ ഈ TSP എന്നുള്ള പേരിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഫുൾ ഫോം വരുന്നത് ടെക്നോളജി സർവീസ് പ്രൊവൈഡർ ആണ്. അതും ഈ കേസിലൊന്ന് നോട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ്, കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അതായത് കേരളത്തിന്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണെന്നാണ് പറയുന്നത്. V ഹരിനായർ ആണ് കേരളത്തിന്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അതുപോലെ തന്നെ ഇന്ത്യക്കുമുണ്ട് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. അത് ഹീരാലാൽ സമാരിയ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇത് കറണ്ട് അഫയേഴ്സിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒന്നല്ല, പഴയതാണ്. പക്ഷെ റീസെന്റ് വന്ന ന്യൂസുകളിലൊക്കെ ഇവരുടെ മെൻഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കേരളത്തിന്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ V ഹരിനായരും ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഹീരാലാൽ സമാരിയുമാണ്. നെക്സ്റ്റ്, പ്രസന്റ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. നെക്സ്റ്റ്, ന്യൂലി അപ്പോയിന്റഡ് ചെയർപേഴ്സൺ ഓഫ് UPSCയുടെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രീതി സുധനാണ്. പ്രീതി സുധനാണ് UPSCയുടെ പുതിയ ചെയർപേഴ്സൺ. അദ്ദേഹം UPSCയുടെ ഒരു മെമ്പർ ആയിരുന്നു. ആൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയർപേഴ്സൺ ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പൊ പ്രീതി സുധൻ UPSC ചെയർപേഴ്സൺ ആണ്. നെക്സ്റ്റ്, ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ ഡൈഡ് ഇൻ ജൂൺ 2024. ജൂൺ 2024
ജൂൺ 31-നാണ് മരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് താരം മരിച്ചു. അദ്ദേഹം ഓൻഷുമാൻ ഗേക്വാഡ് ആണ്. ഈ അടുത്തിടെ ജൂൺ 2024 മരണപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം. The swimming event in the ongoing Paris Olympics were postponed due to concerns about the water quality of which river. അതായത് ഇപ്പൊ പാരീസ് ഒളിമ്പിക്സ് നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒളിമ്പിക്സിൽ വെച്ച് അവിടുത്തെ സ്വിമ്മിങ് ഇവന്റ് റീസെന്റ് ആയിട്ട് പോസ്റ്റ്പോൺ ചെയ്തു. അതിന്റെ കാരണം ആ ഒരു റിവറിൽ ഉണ്ടായ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ ആണ്. അത് ഏത് റിവറിലാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. അത് റിവർ സെൻ എന്ന് പറയുന്ന റിവറാണ്. ഫ്രാൻസിലുള്ള റിവർ സെൻ ആണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത്. അവിടുത്തെ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കൺസേൺസ് കാരണമാണ് സ്വിമ്മിങ് ഇവന്റ് പാരീസ് ഒളിമ്പിക്സിൽ പോസ്റ്റ്പോൺ ചെയ്തത്. അപ്പോൾ നദികൾ ഏത് രാജ്യത്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇപ്പൊ റിവർ സെൻ വരുന്നത് ഫ്രാൻസിലാണ്. പിന്നെ അത് ഒഴുകി ചേരുന്നത് ഇംഗ്ലീഷ് ചാനലിലേക്കാണ് അത് ഒഴുകി വന്ന് പതിക്കുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ് നമ്മൾ എക്കണോമിക്സിന്റെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നതായിരിക്കും ഇന്ത്യയുടെ 8 കോർ സെക്ടേഴ്സ് എന്ന് പറഞ്ഞത്. അത് ഓരോ മന്തിലും അതിന്റെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്നുള്ളത് റെഗുലർ ആയിട്ട് ന്യൂസിൽ വരുന്ന ഒരു കാര്യമാണ്. എക്കണോമിക്സ് സെക്ഷനിൽ നിന്നൊക്കെ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ LDCയിലായാൽ വരെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ട്രിവാൻഡ്രം LDC ആണെങ്കിലും ഗാദിബോർഡിന്റെ LDCയിലാണെങ്കിലും കുറച്ചും കൂടി ലെവൽ കൂടിയ ടൈപ്പ് ഓഫ് എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഇനിയും നമ്മൾ ശ്രദ്ധിച്ചു പോകണം കറണ്ട് അഫയേഴ്സിലുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ 8 കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഇപ്പൊ ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിപ്പോ പറയാൻ കാരണം ജൂൺ 2024 ഇന്ത്യയുടെ 8 കോർ സെക്ടേഴ്സിന് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എത്രയാണെന്ന് ഇപ്പൊ ന്യൂസ് വന്നായിരുന്നു. 4% ആണ് ഇന്ത്യയുടെ 8 കോർ സെക്ടേഴ്സിന് ജൂൺ 2024 ഉണ്ടായിട്ടുള്ള ഗ്രോത്ത്. അത് ആക്ച്വലി ആ ഗ്രോത്ത് കുറയാണ് ചെയ്തത്. മെയ്യിനെ അപേക്ഷിച്ച് ജൂണിൽ വന്നപ്പോൾ കുറഞ്ഞു. മെയ്യിൽ 6 ഉണ്ടായിരുന്നു ഗ്രോത്ത്. അതിപ്പോ ആക്ച്വലി ജൂണിലായപ്പോൾ 4% ആയിട്ട് ഡിക്ലൈൻ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഏതൊക്കെയാണ് 8 കോർ സെക്ടേഴ്സ്? ഫസ്റ്റ് വൺ കോള്, നെക്സ്റ്റ് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രോഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി. ഇതാണ് 8 കോർ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യ. കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രോഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇത്രയാണ് ഇന്ത്യയുടെ 8 കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ സെക്ടേഴ്സിന്റെ ജൂൺ 2024 ഗ്രോത്ത് എന്ന് പറയുന്നത് 4% ആണ്. മെയ്യിനെ അപേക്ഷിച്ച് ഈ ഒരു ഗ്രോത്ത് ഈ മാസത്തിൽ കുറവാണ്. മെയ്യിൽ 6 ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 4% ആയിട്ട് കുറയാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ദ മിഷൻ ഇംപ്ലിമെന്റഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് to develop and conceive indigenous bovine breeds, genetically upgrade the bovine population and enhance milk production and productivity. അതായത് റീസെന്റ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഒരു മിഷൻ കൊണ്ടുവന്നു. അത് ബൊവൈൻ ബ്രീഡ്സിന്റെ ഇൻഡിജിനസ് ആയിട്ട് കൺസർവ് ചെയ്യുക, അതിന്റെ പോപ്പുലേഷൻ അപ്ഗ്രേഡ് ചെയ്യുക, പിന്നെ മിൽക്ക് പ്രൊഡക്ഷനും പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ വന്നത്. അതിന്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഈ ഒരു മിഷൻ മുൻപേ ഉള്ളതാണ്. അതിനെപ്പറ്റി റീസെന്റ് ആയിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്തിനുള്ളതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഇന്ത്യൻ റെവല്യൂഷണറി ലീഡർ എക്സിക്യൂട്ടഡ് ഇൻ ലണ്ടൻ ഫോർ കില്ലിംഗ് മൈക്കിൾ ഒ ഡെയർ, ദ ഫോർമർ ലെഫ്റ്റനന്റ് ഗവർണർ ഓഫ് പഞ്ചാബ്. അതായത് പഞ്ചാബിലെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്കിൾ ഒ ഡെയറിനെ കൊലപ്പെടുത്തിയതിന് ലണ്ടനിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ തൂക്കിലേറ്റിയ ഒരു ഇന്ത്യൻ റെവല്യൂഷണറി ലീഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താന്നാണ് പറയുന്നത്? ഉദ്ധം സിംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ അതിന്റെ ഡിസ്കഷൻ വരാൻ കാരണം അദ്ദേഹത്തിന്റെ 85th ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു റീസെന്റ് നടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജൂൺ മാസത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഡെത്ത് ആനിവേഴ്സറി. അപ്പോൾ അത് കാരണമാണ് ന്യൂസിൽ വന്നത്. അപ്പോൾ ഉദ്ധം സിംഗ് ആരാണെന്ന് അറിഞ്ഞിരിക്കുക. അദ്ദേഹം മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്ന പഞ്ചാബിലെ ഫോർമർ ലെഫ്റ്റനന്റ് ഗവർണറിനെ കൊലപ്പെടുത്തിയതിന് ലണ്ടനിൽ വെച്ച് തൂക്കിലേറ്റപ്പെട്ട ഇന്ത്യൻ റെവല്യൂഷണറി ലീഡറാണ് ഉദ്ധം സിംഗ്. നെക്സ്റ്റ് ദ പ്രോഫിറ്റ്
realized from the sale of an asset that has been held for more than 1 year. അതായത് നമ്മുടെ കയ്യിൽ ഒരു അസറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ ഇരുന്നു, ഒരു അസറ്റ് ഒന്നിൽ കൂടുതൽ വർഷം നമ്മുടെ കയ്യിലിരുന്നു, അതിന്റെ സെയിൽ നടന്നു, അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി. അത്തരം പ്രോഫിറ്റുകളെ നമ്മൾ എന്താണ് വിളിക്കുക? അതിനെ പറയാ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ്. LTCG എന്ന് പറയും. LTCG എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ? ഇതും കറണ്ട് അഫയേഴ്സിൽ കാണുന്നതാണ്. അപ്പൊ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഒരു വർഷത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റിന്റെ സെയിലിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുക. This include various types of assets such as stocks, bonds, real estate and mutual fund. ഈ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്ന അസറ്റ്സ് ഏതൊക്കെയാണ്? സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇതൊക്കെ LTCGയിൽ വരുന്ന ടൈപ്സ് ഓഫ് അസറ്റ് ആണ്. ഇനിയിപ്പോ ഒരു വർഷത്തിൽ താഴെയാണ് നമ്മുടെ കയ്യിൽ ആ ഒരു അസറ്റ് ഉണ്ടായിരുന്നതെങ്കിലോ അതിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നാണ് വിളിക്കുക. ഒരു വർഷത്തിൽ താഴെയാണ് ഈ ഒരു അസറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായത്, എന്നിട്ട് അത് സെയിൽ ചെയ്ത് കിട്ടിയ പ്രോഫിറ്റിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് വിളിക്കും. ഒരു വർഷത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അസറ്റിനെ സെയിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്നും വിളിക്കും. നെക്സ്റ്റ്, financial contracts deriving their values from an underlying asset such as stock, commodities or currencies. അതായത് സ്റ്റോക്ക്, കമ്മോഡിറ്റി, കറൻസി പോലെയുള്ള അസറ്റിൽ നിന്ന് വാല്യൂ ഡിറൈവ് ചെയ്യുന്ന ഫിനാൻഷ്യൽ കോൺട്രാക്റ്റുകളെ വിളിക്കുന്ന പേരെന്താണ്? ഡെറിവേറ്റീവ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, സ്റ്റോക്ക്, കമ്മോഡിറ്റീസ്, കറൻസീസ് പോലെയുള്ള അസറ്റ് വഴി വാല്യൂ ഡിറൈവ് ചെയ്യുന്ന ഫിനാൻഷ്യൽ കോൺട്രാക്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഡെറിവേറ്റീവ്സ് എന്നാണ് ഇത്തരം ഫിനാൻഷ്യൽ കോൺട്രാക്ട്സിനെ വിളിക്കുന്നത്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ്സ് ആൻഡ് സ്വാപ്സ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണം എന്നുള്ളൊരു കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം. നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, ഇതൊക്കെ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സ്റ്റോക്ക്, കമ്മോഡിറ്റി, കറൻസി പോലുള്ള അസറ്റുകളിൽ നിന്ന് വാല്യൂ ഡിറൈവ് ചെയ്യുന്ന ഫിനാൻഷ്യൽ കോൺട്രാക്റ്റുകളെ വിളിക്കുന്ന പേര് ഡെറിവേറ്റീവ്സ് എന്നാണ്. 4 പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, ഫോർവേഡ്സ് ആൻഡ് സ്വാപ്സ്. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സ്വാപ്പ് ഈസ് എ ഡാഷ്, എന്നിട്ട് ഓപ്ഷൻ തരാം. സ്വാപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെറിവേറ്റീവ് ആണ്. അപ്പൊ അതുപോലെ ഈ 4 ടൈപ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. Next, Karnataka's proposed reservoir across the river Kaveri with intention of 400 megawatt hydropower station and drinking water to Bangalore city. അതായത് കർണാടക ഗവൺമെന്റ് ഇപ്പോൾ ഒരു പുതിയ റിസർവോയർ പണിയാനായിട്ട് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അത് റിവർ കാവേരിയുടെ അക്രോസ് ആണ് പണിയാൻ അവർ ഉദ്ദേശിക്കുന്നത്. 2 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ് ആ ഒരു റിസർവോയർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, 400 മെഗാവാട്ട് പവറുള്ള ഒരു ഹൈഡ്രോ പവർ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബാംഗ്ലൂരു സിറ്റിയിലേക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറും അതുവഴി പ്രൊവൈഡ് ചെയ്യാം എന്ന 2 ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു റിസർവോയർ അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒപ്പോസിഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇപ്പൊ അത് ന്യൂസിൽ വരാൻ കാരണം. അപ്പൊ ആ ഒരു പ്രോജക്റ്റിന്റെ പേര് മെക്കാദത്ത് പ്രോജക്റ്റ് എന്നാണ്. മെക്കേദത്ത് പ്രോജക്റ്റ് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പേര്. മെക്കേദത്ത് പ്രോജക്റ്റ്. അപ്പൊ ഏത് റിവറിലാണെന്ന് ചോദിക്കാം. കാവേരി റിവറിലാണ്. അത് ഇപ്പൊ റീസെന്റ് ആയിട്ട് LDC ഖാദി ബോർഡിന്റെ LDC എക്സാമിൽ ഇതുപോലെ പല ഡാം അത് ഏത് സ്റ്റേറ്റിലാണ് ഏത് റിവറിലാണെന്ന് പറഞ്ഞിട്ട് ഒരു 4 പെയറുകൾ കറക്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ചോദിക്കാവുന്നതാണ് കറണ്ട് അഫയേഴ്സിലുള്ളതുകൊണ്ട്. അപ്പൊ മെക്കാദത്ത് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? കാവേരി റിവറിലാണ്, കർണാടക സ്റ്റേറ്റിലാണ്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, അത് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്ലാൻ ആണ്. നെക്സ്റ്റ്, ഹോസ്റ്റ് കൺട്രി ഓഫ് 46th സെഷൻ ഓഫ് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 46ാമത്തെ ആതിഥേയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് 46ാമത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി നടന്നത്. ഇങ്ങനെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ ആദ്യത്തെ ഒരു സെഷനാണ്, ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആദ്യത്തെ സെഷനാണ് ഈ ഒരു 46ാമത്തത്. അതുകൊണ്ടാണ് അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഓഗസ്റ്റ് 1-ാം തീയതിയിലത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വരുന്നത്.
അപ്പം ഇതല്ലാതെ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു ഡേറ്റിലുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുക. അത് എല്ലാവർക്കും ഉപകാരമായിരിക്കും. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലാണ് ഡെയിലി നമുക്ക് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇനിയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.